ദൈവം നല്ല ദൈവമാണ്. ദൈവം നല്ലവരെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി നിന്റെ ശരണം എവിടെയാണ്? എന്റെ ദൈവത്തിലാണോ? അവൻ നല്ല ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരുടെ മേൽ പെരുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവം ചില ജീവിതങ്ങളെ വിടുവിക്കുമാറാകട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless some people who are listening to the word of God. Let the Holy Spirit fall on everyone, because Jesus is coming soon. യേശു വേഗം വരുന്നു. ഹല്ലേലൂയ. എന്റെ യേശു വേഗം വരുന്നു. ഇന്ന് രാത്രിയുടെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. 2 Corinthians chapter 4 verse 7. Shall we turn to 2 Corinthians chapter 4 verse 7? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു നിക്ഷേപം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രിത്തെ വിഷയം, ദൈവത്തിന്റെ മക്കൾക്ക് ഒരു നിക്ഷേപം കൊടുത്തിട്ടുണ്ട്. ഈ നിക്ഷേപം എന്താണ്? അത് ലോകത്തിന് കൊടുക്കാനുള്ള നിക്ഷേപമല്ല. God has given a special blessing. Can we read it in English? Anybody's got it in English? But we have this treasure in clay jars, so that it may be made clear. God has given a power in the clay jar, so that it may be clear that it is not our own power. It is extraordinary power. It is an extraordinary power Belongs to God. belonging to God alone. It does not come from us. And does not come from each one of us. നമ്മുടേതല്ലാത്ത, മാനുഷികമല്ലാത്ത, മനുഷ്യനുണ്ടാക്കാൻ കഴിയാത്ത ഏത് ഹോഴ്സ് പവറിനെക്കാട്ടും വലിയ അത്യന്ത ശക്തി ദൈവം മൺപാത്രങ്ങളിൽ തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ അത്യന്ത ശക്തിയുള്ള മൺപാത്രങ്ങൾക്കായി ഏതെങ്കിലും ഒഴുകി കിടക്കുന്ന മൺപാത്രമാണ് കേൾക്കുന്നെങ്കിൽ നിന്റെ മൺപാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് wash your mud vessel, clean your mud vessel, sit on the presence of God, in the presence of God, and God is going to fill you with this exceeding great power. Amen, amen, amen. Hallelujah. Are you a powerless Christian? നീ ശക്തിയില്ലാത്തൊരു ദൈവമൈതനാണോ? നീ ജീവനില്ലാത്തൊരു ദൈവമൈതനാണോ? ഉന്മേഷമില്ലാത്തൊരു ദൈവമൈതനാണോ? ഇന്ന് നീ ദൈവശക്തി ഏറ്റെടുക്കുക. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ അത്യന്ത ശക്തി എന്താണ്? ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണ്. എല്ലാവർക്കും ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കെല്ലാം ഇന്ന് രാത്രി ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ ദാനമായി ദൈവം കൊടുത്തിരിക്കുന്നതാണ്. Hallelujah. When I read that, I was so excited. The exceeding power of God. God has given me free of cost in this mud pot. ഈ മൺകൂടാരത്തിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവം എന്റെ സാധാരണ പൊട്ടുന്ന മൺപാത്രത്തിലേക്ക് അവന്റെ ദിവ്യ ശക്തിയെ തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ ഈ ശക്തിക്ക് ഒത്തിരി ശക്തിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ശക്തി ദൈവം മനുഷ്യന് ഏദനിൽ കൊടുത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 28 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. നിങ്ങൾക്ക് സന്താന പുഷ്ടി ഉണ്ടാകണം. You must have children. സന്താന പുഷ്ടി ഉണ്ടാകാനായിട്ട് ദൈവം തന്നൊരു ശക്തിയാണ്. ഇന്ന് ഇന്ത്യയിൽ 60% കപ്പിൾസ് ആർ ഇൻഫെർട്ടൈൽ. ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ആണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്. If there is any gynecologist hearing me, very good. You start an infertility clinic, big business. വലിയ കച്ചവടമാണ്. ദൈവം ദാനമായി മനുഷ്യന് കൊടുത്തൊരു ശക്തിയാണ് സന്താനം ഉണ്ടാക്കുവാൻ. ഇത് മനുഷ്യൻ അവന്റെ സ്വന്തം കുറവുകൊണ്ടും അവൻ ഉണ്ടാക്കി വെച്ച നാശങ്ങൾ കൊണ്ടും നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകുതി മക്കൾക്കും അതാണ് പ്രശ്നം. ഇനി ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ കേൾക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നിന്റെ നിർജീവമായ ഗർഭപാത്രത്തെയും നിന്റെ ജീവനില്ലാത്ത ബീജങ്ങളെയും ജീവിപ്പിക്കാൻ ഇതേ ദൈവത്തിന് രാത്രി സാധിക്കും. എനിക്ക് ശക്തി തന്ന അതേ ദൈവത്തിന്. God can give it back to you. In anybody who is listening, who is wanting a child and is unable to bear for more than 4 or 5 years, today you pray and receive that power, because God has given it to man. ദൈവം കൊടുത്തതാണ്. അത് ദൈവമക്കളുടെ അവകാശമാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാകും. പിന്നെ അടുത്ത വാക്യം, ഭൂമിയിൽ നിറയണം. പിന്നെ
അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും സമുദ്രത്തിലെ വലിയ തിമിംഗലങ്ങളുടെ മേലും ബിഗ് വേവ്സ് ഇൻ ദ സീ ആകാശത്തിലെ ആകാശത്തിലുള്ള കഴുകന്മാരുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും സകല ഭൂമിയിലുള്ള സിംഹങ്ങളുടെ മേലും കരടികളുടെ മേലും കാട്ടാനകളുടെ മേലും നീ വാഴണം. നിങ്ങൾക്കെതിരായി ലോകത്തിൽ ഒരു ശക്തിയും വരികയില്ല. ഇത്ര വലിയൊരു അതോറിറ്റിയാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. When God created man, He created with a great ambition, great dream, great purpose. വലിയ ഉദ്ദേശത്തോടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയെ അടക്കി വാഴുവാൻ, വാഴാനുള്ള ശക്തിയും വാഴാനുള്ള മുക്തിയും വാഴാനുള്ള കഴിവും വാഴാനുള്ള അനുഗ്രഹവും കൊടുത്തു. പക്ഷെ മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെടുത്തി. ദൈവ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത മനുഷ്യൻ ശക്തിയില്ലാത്തവനായി തീർന്നു. ഇന്ന് നിന്റെ ജീവിതത്തിലെ ശക്തി നശിപ്പിക്കുന്നത് നിന്നിലുള്ള പാപമാണ്. It is the disobedience to the word of God that destroys the power in you. ദേവദാസൻ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ശക്തി നിങ്ങൾക്കൂടെ വ്യാപരിക്കാത്തതിന്റെ കാര്യം നിന്നിൽ നിൽക്കുന്ന തിന്മകളാണ്. ഇന്ന് രാത്രി എത്ര പേര് മാറ്റിക്കളയും ശക്തി ഒഴുകാൻ പോവുകയാണ്. God's power will flow in your life when you take away the sins. Sins actually block the pipe. ഈ ശക്തി ഒഴുകുന്ന പൈപ്പിനെ അടയ്ക്കുന്ന കഷ്ണങ്ങളാണ്. ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകാൻ പോകുകയാണ്. ഇങ്ങനെ ശക്തി നഷ്ടപ്പെട്ട മനുഷ്യൻ വർഷങ്ങൾ ജീവിച്ചു പാപത്തിന്റെ അധീനതയിൽ. ദൈവം പ്രവാചകന്മാരെ അയച്ചു, ദൈവം രാജാക്കന്മാരെ അയച്ചു, ദൈവം ഒത്തിരി ആൾക്കാരെ അയച്ചു. ആർക്കും അവർക്ക് രക്ഷിക്കുവാൻ സാധിച്ചില്ല. അവസാനമായി ദൈവം തന്നെ രക്ഷകനായി വന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, അവൻ ഈ ശക്തി നമുക്ക് മടക്കി തരുവാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ മരിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ നന്മയും, നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ സമാധാനവും സന്തോഷവും, നമുക്ക് നഷ്ടപ്പെട്ട ശക്തിയും അതോറിറ്റിയും God wanted to give it back to us. And He sent His only begotten Son to die for our sins on the cross of Calvary. And He has given it back to us. Matthew chapter 28 and the last few verses we will read. അവസാനത്തെ ചില വാക്യങ്ങൾ അവിടെ യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അവസാന കൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ. Matthew 28. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഈ നിമിഷം, നിങ്ങളെ വിട്ട് ലോകത്ത് നിന്ന് കറങ്ങിപ്പോകുന്ന ഈ നിമിഷം, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority on heaven and earth is given to me. And I am sending you. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. ഈ അതോറിറ്റി, ഈ ശക്തി മൺകൂടാരങ്ങളിൽ ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? God has given us this great power, this authority in our life in this mud pot. For what? എല്ലാവരെയും ശിഷ്യരാക്കുവാൻ. പപ്പടം മറക്കാനല്ല. പപ്പടം മറക്കാൻ ശക്തിയും കഴിവും വേണം. വല്ല സ്പീഡി വണ്ടി ഓടിക്കാനല്ല. സ്പീഡി ഓടിക്കാൻ കഴിവ് വേണം. ന്യൂറോ സർജറി ചെയ്യാനും കാർഡിയോളജി ചെയ്യാനല്ല. അതിനും കഴിവും ശക്തിയൊക്കെ വേണം. പക്ഷേ മനുഷ്യരെ പിടിക്കാൻ, മുക്കുവന്മാരെ മനുഷ്യരെ പിടിക്കുന്ന ദൈവത്തിന്റെ ശക്തന്മാരാക്കി അതേ ശക്തി ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാണ്. ഈ മൺകൂടാരങ്ങളെ ശക്തി തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? സുവിശേഷം പറയുവാൻ, ശിഷ്യരാക്കുവാൻ. അല്പനേരം ഞാൻ ഇത് വായിച്ചേച്ച് ലാസ്റ്റ് വീക്ക് I was sitting and thinking and meditating, and I said, Lord, I have this great power. Yes, I experience it, but not fully. പത്രോസിന് വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പൗലോസിന് വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഏലിയാവിനും ഏലീശായിലും വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി എന്നിലും നിങ്ങളും വ്യാപരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ
പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രസംഗം അവിടെ ഇതാണ്. Rise, awake and be alive. നീ ഉണരുക, എഴുന്നേൽക്കുക, ജീവൻ പ്രാപിക്കുക. നീ ദൈവത്തിന്റെ വചനത്താൽ ഉണരണം. You have to be awakened by the word of God. രാവിലെ കിളികൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന ആ ശബ്ദം കേട്ട് നീ ഉണരുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നീയും ഉണരണം. ദൈവത്തിന്റെ വചനം എല്ലാ ദിവസവും വായിക്കുന്നതിന് മറ്റു കാര്യം ദൈവത്തെ അവരെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാകട്ടെ. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. നമ്മളെ കുഞ്ഞുങ്ങളെ ഒക്കെ വചനം വായിക്കാൻ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ സകലത്തെ ഉളവാക്കിയതാണ് ദൈവത്തിന്റെ വചനം. God's word has the power to create everything from nothing. And when you hear the word of God, when you listen to the word of God, you will be changed. You will be transformed. ഈ നല്ല മൺപാത്രങ്ങളിൽ, in the mud pot, he has invested lots of power. ആരെങ്കിലും സ്വർണം മൺചട്ടി കൊടുക്കാറുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ ചായ മൺചട്ടി കിട്ടുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു കാലത്ത് ട്രെയിനിൽ പോകുമ്പോൾ ഇപ്പൊ കിട്ടില്ല, ചായ മൺചട്ടിയിൽ കിട്ടും. കുടിച്ചേച്ച് നമ്മൾ ചട്ടി എറിയും. വെള്ളവും അതുപോലെ പൂജയ്ക്ക് അത് കൊണ്ടുപോകാൻ അതൊക്കെ പഴയ കഥകളാണ്. It used to be very good. But God has put His almighty power in this mud pot to make us realize that is His power. അവന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതിന് ഈ മൺകൂടാരങ്ങളെ ദൈവം വിട്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആരെങ്കിലും ഈ ശക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം എന്റെ കൂടെ പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങളെ ഈ ശക്തിയാൽ നിറയ്ക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ if there is a leaking point, somewhere your energy is leaking, please plug it up. അത് അടച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിക്കുക. യേശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തിന്റെ ശക്തി വരാൻ പോകുന്നത്. വായി നോക്കി നടക്കുമ്പോൾ ശക്തി കിട്ടുകയില്ല, ജീവിയുടെ മുമ്പിലിരിക്കുമ്പോൾ ശക്തി കിട്ടുകയില്ല. അടുക്കളയിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വല്യമ്മച്ചിയായ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പ്രാപിച്ചത് അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാൽ കൂടി സ്വോത്രം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് പെട്ടെന്ന് അഭിഷേകം ഉണ്ടായി. അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ സ്വോത്രം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ചിലപ്പോൾ അഭിഷേകം പ്രാപിക്കാൻ പറ്റും. എവിടെയാണെങ്കിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, ആരാധിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകുവാൻ പോവുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. Mark chapter 16 verse 15. യേശുവിന്റെ അവസാനത്തെ കൽപ്പന. യേശു ശിഷ്യന്മാരോട് Go into all the world. Go into the whole world And proclaim the good news. And preach the gospel. To the whole creation. All creation. യേശു എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത്? പിന്നെ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക. ഇങ്ങനെ പറഞ്ഞേച്ച് 12 പേരെ വിളിച്ചു നിർത്തി ഓരോരുത്തർക്കും ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ലോകത്തിൽ ഓൾ റൗണ്ട് പോകാൻ ഒരു റൗണ്ട് വേൾഡ് ടിക്കറ്റും കൊടുത്തു. ആണോ? സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പറയാൻ കുറെ മുക്കുവന്മാരെയും ചുങ്കക്കാരെയും ഭാവികളെയും വിളിച്ചേച്ച് ഭൂലോകം മുഴുവനും പോയി സുവിശേഷം പറയാൻ അവരോട് കൽപ്പിച്ച ശേഷം ഒരു മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരു റൗണ്ട് ദ വേൾഡ് ടിക്കറ്റ് കൊടുത്തു. ഒന്നും കൊടുത്തില്ലേ? ഒന്നും കൊടുത്തു. എന്താണെന്നറിയാമോ? അവരെ ലോകം ചുറ്റിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് രാത്രി സുവിശേഷം പറയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത് വണ്ടിയല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല, അവന് ആവശ്യമുള്ളത് മൊബൈൽ ഫോൺ അല്ല, അവന് ആവശ്യമുള്ളത് ലാപ്ടോപ്പ് അല്ല, അവന് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇതില്ലാത്തോണ്ടാണ് നീ അനങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്തവരെ കണ്ടാൽ അറിയാം അവരെ അധികം അനങ്ങത്തൊന്നുമില്ല. അവരെ അനക്കണമെങ്കിൽ ലിഫ്റ്റ് ഒക്കെ വേണം, ക്രെയിൻ. ദൈവത്തിന്റെ ശക്തിയുള്ളവർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ദൈവസഭയിൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനങ്ങുന്നവരാകിയാൽ ദൈവത്തിന്റെ ജീവജലത്തിന്റെ നദിയുണ്ട്, ഇരുവശത്തുള്ള പ്രാണികളൊക്കെയും ചലിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ജീവജലത്തിന്റെ നദി ഒഴുകുന്ന സ്ഥലത്ത് ഇരുവശത്തുള്ള പ്രാണികൾ കിടന്നുറങ്ങുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരൊക്കെയും ചലിക്കും എന്നാണ്. ചലിക്കുന്ന പ്രാണികൾക്കായി ദൈവത്തെ When God's power
comes, you will start moving. നീ പോകാൻ തുടങ്ങും, നീ ചലിക്കാൻ തുടങ്ങും, നീ സംസാരിക്കാൻ തുടങ്ങും, നീ പ്രവചിക്കാൻ തുടങ്ങും, നീ കൊടുക്കാൻ തുടങ്ങും, നീ കൈവെക്കാൻ തുടങ്ങും, നീ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. നീ വിടുതൽ അനുഭവിക്കും, നിന്റെ കുടുംബം അനുഭവിക്കും, നിന്റെ ദേശം അനുഭവിക്കും, നിന്റെ കൂട്ടുകാർ അനുഭവിക്കും, നിന്റെ സഭ അനുഭവിക്കും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വൃത്തിയാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഉണരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവന്റെ അഭിഷേകം നിന്നിലേക്ക് ഒഴുകുമാറാകട്ടെ. അന്ത്യകാലത്തെയും സകലജനത്തിന്റെയും പകരമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് ഒഴുകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയുക. ഈ 12 പേര് പോയോ? പോയി. അന്ന് വണ്ടിയും ചക്രവും ഫ്ലൈറ്റും ഒന്നും ഇല്ലാത്തപ്പോ സെയിന്റ് തോമസ് കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നു. ഇന്നത്തെ സെയിന്റ് തോമസ് ഇവിടുന്ന് തമിഴ്നാട്ടിൽ വരെ പോകാൻ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. അവിടെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. ഒരു ഹൈഡ്രോക്കസാലിൽ മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ദൈവം സൗഖ്യമാക്കിയെന്ന് കോവൂരിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോവൂർ ഓടിയേ മതിയാകിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ടെലിവിഷനിൽ കൂടെയും റേഡിയോയിൽ കൂടെയും കൺവെൻഷനിൽ കൂടെയും ഓടുകളെന്ന് പറയുന്നത്. യേശു ജീവിക്കുന്നു, യേശു ഭാവികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ജീവിപ്പാൻ വകയില്ലാതെ മന്ദബുദ്ധിയായി തലനിറച്ച് വെള്ളം കെട്ടിക്കിടന്ന ജോർജ് കോവൂരിനെ സൗഖ്യമാക്കിയ സ്വർഗമുണ്ട്. ആ യേശു ഇന്ന് രാത്രി ജീവിക്കുന്നതിനാൽ He is able to heal you, brother. He is able to heal you, sister. Anyone who is hearing me tonight with a problem, come to Jesus. യേശുവിന്റെ അടുക്കൽ വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പോകുകയാണ്. അധൈര്യപ്പെടരുത്, സംശയിക്കരുത്. Don't worry, don't be upset. സ്തോത്രം. 38 വർഷക്കാലം തളർന്നു കിടന്ന രോഗിയെ ദൈവം ഉയർത്തും, ഒരു നിമിഷം കൊണ്ട് എഴുന്നേൽപ്പിച്ചു. 12 വർഷക്കാലം രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയെ ദൈവം അനുഗ്രഹിച്ചു. എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ. നമുക്ക് തുടർന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. Colossians chapter 2:10. Yes. എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും തടയായിരിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ലോകത്തിലെ എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നേച്ച് പോയ കർത്താവ് എനിക്ക് ലഭിച്ച അധികാരം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ എവിടെ പോയി സുവിശേഷം പറയാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞേച്ച് I am not very good, I am not complete, ഞാൻ പൂർണ്ണനല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എന്നോടല്ല അടുത്തിരിക്കുന്ന ആളാണ് എന്ന് ചിന്തിക്കുന്ന കുറെ വിശ്വാസികൾ ഇരിപ്പുണ്ട്. ഈ ഇന്നത്തെ കൂട്ടായ്മയില് ദൈവദാസൻ സംസാരിക്കുന്നത് മുഴുവൻ എന്നോടല്ല, ഞാനൊരു സ്ത്രീയല്ലേ, ഒരു സഹോദരിയല്ലേ, എനിക്കെങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത്, എന്റെ തൊട്ടടിക്കുന്ന ദൈവദാസൻ ചെയ്തോട്ടെ എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. ലുദിയയുടെ ഹൃദയത്തെ തുറന്നപ്പോൾ ആ പട്ടണത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു. സഹോദരിയാണേലും സഹോദരനാണേലും ചെറിയ പയ്യനാണേലും വലിയ വ്യക്തിയാണേലും നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ? യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നീ അവനിൽ പരിപൂർണനാണ്. നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നീ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ, എന്റെ കൂടെ ക്രിസ്തു ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം എനിക്ക് പ്രതികൂലമല്ല, അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ആരും എനിക്ക് പ്രതികൂലമാകാൻ സാധിക്കില്ല. ദൈവം അനുകൂലമാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് വീണ്ടും വായിക്കാം. നീ വായിച്ചോ, മലയാളം വായിച്ചോ. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും head of all power and authority. Jesus Christ is the head of all power and authority. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തല ആരാണ്? ക്രിസ്തുവാണ്. അത് റോയ് അല്ല, CBI അല്ല, CIA അല്ല, മൊസാദ് അല്ല, റഷ്യൻ അതോറിറ്റികളല്ല, KGB അല്ല, nothing. എല്ലാ FBI അല്ല, ഒന്നുമല്ല. എല്ലാ അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും തലയായിരിക്കുന്ന ആരാണ്? യേശുവാണ്. യേശുവാണ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. എല്ലാ വാഴ്ച
രാജ്യങ്ങൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ക്രിസ്തു വായിച്ചോ, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. You are complete in him. You are complete in him. നിന്റെ പരിപൂർണമല്ലാതെ അപരിവാക്യമായിരിക്കുന്ന ഇൻകംപ്ലീറ്റ് തിങ്സ് നിന്നിൽ എവിടൊക്കെ കുറവുണ്ടോ നിന്റെ കുറവിനെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ ശക്തി. കാനാവിൽ കല്യാണത്തിന് കുറഞ്ഞ എന്തായിരുന്നു? വീഞ്ഞായിരുന്നു. അതിനെ ദൈവം എന്ത് ചെയ്തു? നിറച്ചു. ഹല്ലേലൂയ. ഒരു ദിവസം ദൈവം മുഴുവൻ ശുശ്രൂഷിച്ച ശേഷം വിശന്ന് കിടക്കുന്ന 5000 പേരെ നോക്കി വെച്ച് കർത്താവ് പറഞ്ഞു, നമുക്ക് ഇവർക്ക് എന്ത് കൊടുക്കാം? അപ്പവും സ്റ്റൂവും കൊടുക്കാം. അന്ന് അവിടെ കടകളൊന്നും ഇല്ലായിരുന്നു. അന്ന് അവിടെ പെട്ടെന്ന് ഓർഡർ ചെയ്യത്തക്കവണ്ണം ഒരു കടയില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഓർഡർ ചെയ്യാനായിട്ട്, കേറ്ററിംഗ് സൊസൈറ്റീസ് ഉണ്ട്. അവിടെ ആൻഡ്രൂസിനോട് ചോദിച്ചപ്പോൾ ആൻഡ്രൂസ് പറഞ്ഞു, എങ്ങനെയാ നടക്കുന്നത്? നമ്മുടെ കയ്യിൽ കാശൊന്നും ഇല്ല, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരെ. കർത്താവ് നിനക്കറിയില്ല, ഞങ്ങൾ പുറകെ വെറുതെ നടക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീൻ. അത് മതി കുഞ്ഞേ. നിന്റെ കയ്യിലുള്ളതിനെ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയപ്പോൾ 5000 പേരും ബാക്കിയുള്ളവരും വയറ് ചടിച്ച് 12 കൊട്ട ബാലൻസ് ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ ശക്തിക്ക് അന്ന് സാധിച്ചെങ്കിൽ ഇന്നും നിന്റെ 5 മീനെയാണ് വാഴ്ത്തുന്നത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശു പറയുകയാണ്, നിന്റെ പച്ചവെള്ളം പോലുള്ള ജീവിതത്തെ മധുരമേറിയ വെള്ളമുള്ള വീഞ്ഞാക്കി തീർക്കുവാൻ അവൻ ഇന്നും സാധിക്കും. വിശ്വസിക്കും നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. God can transform your colorless, odorless, tasteless life into a tasty wine. Hallelujah. He can satisfy you with all good things. Believe and understand that you are complete in him. അവനിൽ നീ പൂർണ്ണനാണ്. നീ ക്രിസ്തുവിൽ വസിച്ചാൽ നീ പൂർണ്ണനാണ്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം. സങ്കീർത്തനക്കാരൻ 66-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞായറാഴ്ച നിങ്ങൾ ഇങ്ങനെ വരണം, എല്ലാ ദിവസവും നിങ്ങൾ എന്റെ അടുത്ത് വരണം, ചില കാര്യങ്ങൾ നിങ്ങൾ കാണണം. എന്താണ് കാണേണ്ടത്? Psalm 66 verse 5. Here the psalmist is saying them, telling them, നിങ്ങൾ വന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്കുവിൻ. ഞാൻ ഇന്ന് തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കോവലെ നീ പേടിക്കണ്ട, ദൈവം നിന്റെ കൂടെ ഉണ്ടടാ മോനെ. ദൈവസഭയെ നിങ്ങൾ പേടിക്കണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവജനമേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വന്ന് കാണുക ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണാൻ. എനിക്ക് കിട്ടിയ ലെറ്ററുകൾ എണ്ണമില്ല. ഒരു ദിവസം വരുന്ന പ്രാർത്ഥനകളുടെ റിക്വസ്റ്റും അതുപോലെയാണ്. കാണാത്തവർ, അറിയാത്തവർ, ദൂരദേശങ്ങളിൽ നിന്ന് സുവിശേഷം കേൾക്കുന്നവർ നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൃശ്ശൂർ വരുവാൻ പോവുകയാണ്, വരുവാൻ പോവുകയാണ്, പോവുകയാണ്. ഇത് അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവം ആത്മീയ അഭിഷേകത്തോട് തന്നെ ആത്മശക്തിയോടെ തന്നെ നടത്തുക. അന്യഭാഷ പ്രാപിച്ചവർ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ എന്താ കാണേണ്ടത്? ദൈവത്തിന്റെ പ്രവർത്തികളെ. എങ്ങനെയുള്ള പ്രവർത്തികളാണ്? അവന്റെ മുൻ മനുഷ്യപുത്രന്മാരിൽ പ്രവൃത്തിയിൽ ഭയങ്കരൻ. ദൈവം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവൻ ഭയങ്കരൻ. ആനക്കൂട്ടങ്ങളിലും അവൻ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നില്ല. താറാകുഞ്ഞുങ്ങളുടെ ഇടയിലും ദൈവം പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പറവകളുടെ ഇടയിലും ദൈവം പ്രവൃത്തി ചെയ്യുന്നുണ്ട്, കടലിലൊക്കെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ ഇടയില്, മത്സ്യങ്ങളുടെ ഇടയിലൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ ഇടയിലുള്ള പ്രവർത്തനം അത് വ്യത്യസ്തമാണ്. ദൈവം
മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്യുന്ന പ്രവൃത്തി is awesome. ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന awesome work. Come and see what God has done. Awesome work. He is awesome in his deeds. He is awesome in his deeds among men. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്യുന്ന പ്രവൃത്തി അത്ര വലുതാണ്. നീയും നിന്റെ ഭർത്താവും കൂടെ തന്നെ കട്ടിലിരുന്ന് നിന്റെ ഉൾമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ചിന്തിക്കാൻ വയ്യാത്ത പ്രവൃത്തിയാണ്. നിന്റെ വീട്ടിൽ പ്രാർത്ഥന ഉയരട്ടെ. സഹോദരി, നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. അനേക കുടുംബങ്ങളിൽ നിന്ന് കുടുംബ പ്രാർത്ഥന ഉറങ്ങിക്കിടക്കുമ്പോൾ അത് തുടങ്ങുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾ ഒരുമിച്ച് when you pray together, God's awesome work among men will start in your life. അപ്പൊ കല്യാണം കഴിക്കാത്തൊരു വൈകണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാലും നടക്കും. നിങ്ങൾ വിചാരിക്കുമ്പോ കല്യാണം കഴിച്ചവരോട് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ കുറച്ച് വയസ്സുണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് 5 വയസ്സായിരുന്നു. അഭിഷേകം പ്രാപിക്കുമ്പോൾ 6 7 വയസ്സ് 8 വയസ്സൊക്കെ സ്നാനപ്പെടുമ്പോൾ 12 വയസ്സായി. ഞാൻ പ്രാർത്ഥിക്കാൻ സുവിശേഷത്തിലൊക്കെ ഇറങ്ങുമ്പോൾ 10 വയസ്സ് പോലും ഇല്ല. അന്നും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യമാക്കി. ഓർത്തു വയ്ക്കുക, അന്നും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രോഗികളെ സൗഖ്യമാക്കി. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഒന്നറിയാം, യേശുവിന്റെ നാമം വലിയതാണ്. ഏത് ക്യാൻസറും സുഖം പ്രാപിക്കും. യേശുവിന്റെ നാമം മതിയായതാണ്, എല്ലാ രോഗത്തിനും മതിയായതാണ്. കണ്ണു അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവൻ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. അടുത്ത ആഴ്ച എത്ര പേര് രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ കൂടുതൽ കാണുവാൻ പോവുകയാണ്. 1 2 3 രോഗികൾ എവിടെയെങ്കിലും കിടക്കുന്ന സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു ബോഡി കയറി ചെന്ന് 10 പേരോട് ചോദിച്ചാൽ മതി, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. Nobody will object to prayer. And you pray and miracle will happen. Hallelujah. I see miracle every day. Yesterday I was in Tirumala. Binsi, a girl came. She had epilepsy for years together. She came and met me 2 months ago. I gave her medicine. Last week she came and said, "Ende epilepsy poi, eniki poorna sugamai." Than ella ദിവസവും കോട്ട് വന്ന വീടുന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച കേൾക്കുവാൻ സാധിച്ചു, തനിക്ക് പൂർണ്ണ സൗഖ്യമുണ്ടായി. എന്ത് സംഭവിച്ചെന്നറിയാമോ? തന്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന ചെങ്ങന്നൂരിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. കോട്ടുള്ള ഒരു 15 വയസ്സുള്ള കുച്ചനി. ഇവനും മരുന്ന് കൊടുത്താൽ മാറുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മരുന്ന് കൊടുക്കാം, പക്ഷെ നിന്റെ അസുഖം മാറ്റിയത് മരുന്നല്ല, ദൈവമാണ്. അതുകൊണ്ട് ഇവന്റെ അസുഖം മാറ്റാൻ പോകുന്ന എന്റെ യേശുവാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് മരുന്ന് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബിൻസിയാണ് നിന്റെ ഇൻചാർജ്, ചെങ്ങന്നൂർ വന്നാൽ മതി. ബിൻസിയും അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരും. അവര് നിങ്ങളോട് ബാക്കിയെല്ലാം പറഞ്ഞു തരും. ബിൻസി ഞെട്ടിപ്പോയി. അടുത്ത മാസം കഴിയുമ്പോൾ ബിൻസിയും ഈ കുടുംബവും ആരാധിക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്റെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണ്. എന്റെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിച്ചു. ബിൻസിനെ ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ ദൈവം സൗഖ്യമാക്കി. എണ്ണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്ന സൗഖ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടായ്മയിൽ വന്ന എല്ലാ ജീവിതങ്ങളെയും കഴിഞ്ഞ ആഴ്ച ദൈവം വിടുവിച്ചതിനാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വലിയ വ്യക്തികളുടെ ആണെങ്കിലും അവരുടെ അഡ്മിഷൻ, അഡ്മിഷൻ ദൈവം വെറുതെ പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നതിന് മുമ്പേ വിശാലിന് അഡ്മിഷൻ കൊടുത്ത ദൈവത്തിനായും ദൈവത്തെ ആരാധിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കുന്നു. റിസൾട്ട് വരേണ്ട കാര്യമില്ല, സീറ്റ് അതിന് മുമ്പേ ഉണ്ട്.